എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈസ് ഐറ്റമാണ് ചെമ്മീൻ ചോറ്. എൻ്റെ കൊച്ചിവിടെ ഉണ്ട്. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ എന്ത് റെഡി ആയിട്ടുണ്ടാവും? ചെമ്മീൻ ചോറ്. ചെമ്മീൻ ചോറ്. ചെമ്മീൻ്റെ ഗ്രേവിയിൽ കിടന്ന് പേരേണ്ട ചോറാണ് മോനെ. പിന്നെ ഞാനൊന്ന് ടേസ്റ്റ്. അത്ര ടേസ്റ്റ് ഉണ്ടോ? ഞാൻ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിയത്. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ നമസ്കാരം. മഞ്ജുസ് കിച്ചൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എനിക്ക് തോന്നുന്നു 2022 എല്ലാവർക്കും എങ്ങനെയുണ്ട്? എനിക്ക് നല്ല വർഷമായിട്ടാണ് തോന്നുന്നത്. 2022 കുറേ സന്തോഷങ്ങളുണ്ടായി. അതിൽ ഒന്ന് രണ്ടെണ്ണം ഒരു വലിയ സർപ്രൈസ് പറയാം കേട്ടോ. 2022 ജാനുവരി 1 ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നപ്പോൾ തങ്കത്തിൻ്റെ നമ്മുടെ അളിയൻസിൻ്റെ വീടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വന്നപ്പോൾ അനീഷേട്ടൻ കൈനീട്ടം തന്നു. 2022 ആദ്യമായിട്ട് കയ്യിൽ കിട്ടുന്ന പൈസ അനീഷേട്ടൻ്റെയാണ്. ഈ വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം അനീഷേട്ടനോട് കാര്യം പറയാൻ. പിന്നെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വന്നു തുടങ്ങിയിരിക്കണം. അപ്പം 2022 പൊതുവെ എല്ലാവർക്കും നല്ല വർഷം ആകും. അതിനുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കിന്ന് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു എപ്പിസോഡ് വന്നില്ലേ നമ്മുടെ മാങ്ങാക്കറി, അതിനെപ്പറ്റി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന സംഗതിയിലോട്ട് പോകാം. ഇന്നൊരു ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ചോറ് വളരെ ഈസിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ. എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈസ് ഐറ്റമാണ് ചെമ്മീൻ ചോറും ഇറച്ചിച്ചോറൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ചെമ്മീൻ ചോറ് എങ്ങനെയാണെന്നാണ് ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം കിട്ടിയിട്ടില്ല, വെള്ളം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം എടുത്തിട്ട് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം. ഇനി ഇടേണ്ടത് ഒരു മന്തിക്കൊക്കെ ഇടൂലേ നമ്മൾ നാരങ്ങ, ഉണക്ക നാരങ്ങ, അതൊരെണ്ണം. ഇനി നമ്മൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ബസ്മതി അരിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതൊരു 20 മിനിറ്റ് കുതിർത്തി വെള്ളം പോയി ഒട്ടും വെള്ളമില്ലാതെ വാർത്ത് വെച്ചേക്കുന്ന അരിയാണ്. അതിടണം. ഇതിപ്പോൾ തന്നെ വേക്കും, ഇപ്പം തന്നെ തിളയ്ക്കും. അന്നേരം നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കും. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇന്ന് വേറൊരാൾ ഇവിടെ നിൽപ്പുണ്ട്, കാണിച്ചു തരട്ടെ. മടി. എൻ്റെ കൊച്ചിവിടെ ഉണ്ട്. നമുക്കിവിടെ കൊണ്ട് കുക്ക് ചെയ്യിച്ചാലോ? പോകുമ്പോൾ പൊക്കോ. അവർ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അളിയൻസിൻ്റെ ഷൂട്ടുണ്ടായിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഔട്ട്ഡോർ പോയേക്കാ ഷൂട്ട്. അവർ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വേണം. ഇവിടേക്ക് ഇരിക്കുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വേണം അവർക്ക് പോകാൻ വേണ്ടി. മുത്തേ, അരി കോരിട്ടോ. മതി. ഇളക്കാൻ വന്ന മുടിഞ്ഞിളക്കലാണല്ലോ. ഇതൊരു 10 മിനിറ്റ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ കൊച്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നീ ചെമ്മീൻ കഴിക്കൂലല്ലോ. പക്ഷെ ഇത് ഞാൻ കഴിക്കോ? അപ്പം നമ്മുടെ മുത്തിന് കൊടുത്തിട്ട് വേണം മുത്തിനെ വിടാൻ. പിന്നെ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ ഊറ്റണം. ഇത് വെന്ത് കഴിയുമ്പോൾ ഈ ചോറ് നമ്മൾ ബിരിയാണിക്ക് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ഫ്രൈഡ് റൈസിനൊക്കെ ഒരു 80-90% വേവിക്കുള്ളൂ. കാരണം ബിരിയാണി ആകുമ്പോഴത്തേനും അത് ദമ്മിലിരുന്ന് വേകാനുള്ളതാണ്. ഫ്രൈഡ് റൈസിന് ഒരിച്ചിരി അരിപ്പാകമാണ് നല്ലത്. പക്ഷേ ഇതിന് ഫുള്ള് വേകണം ചോറ്. കുഴയണ്ട, അത്രയും വേണ്ട, അത്രയും ഞാൻ ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേകട്ടെ കേട്ടോ. ബാക്കി കാര്യം എന്നിട്ട്.
അപ്പം നോക്ക് മുത്തേ, കഴിച്ചു നോക്ക്. ചോറൊക്കെ തിന്നാൻ മനസ്സിലാവോ? ആയിടി പോൾട്ടെ. അപ്പം ഞാനിത് ഊറ്റിയിട്ട് വരട്ടെ. ഊറ്റാൻ നേരത്ത് ഇപ്പം ഇത് നമ്മൾ അളവിനൊന്നും വെള്ളം വെച്ചിട്ടില്ല, കുറച്ചധികം വെള്ളം വെച്ച് അരി വേവിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് തോന്നി, കാരണം നമ്മൾ എണ്ണ ഒന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല. ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഊറ്റാം. അപ്പം ആ പശിമ അങ്ങോട്ട് മാറിക്കിട്ടു കേട്ടോ. അപ്പം ഞാനിത് ഊറ്റിയിട്ട് വരാവേ. തീ ഓഫ് ചെയ്തു. അതെ, മുത്ത് മുൻകൈ എടുത്ത് സ്വന്തമായിട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ജോലി തീർന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും. അതൊക്കെ ഉണ്ട്, നീ വാടി മോളെ. ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിക്കേ. ഇനി ചൂടായി കഴിയുമ്പോൾ 4 സവോള, ഞാനിപ്പോൾ ഒരു 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളൂ. 1 കിലോ മേടിച്ചിട്ട് ഞാൻ ഫുള്ള് ഇട്ടില്ല. 3/4 കിലോ അരിയാണ് മേടിച്ചേക്കുന്നത്. ഇത് ഒരു 4 സവോള നൈസായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 കിലോ ഉള്ളി ഉണ്ടാവും, 1/4 കിലോ ചുവന്നുള്ളി അരിഞ്ഞതാണ്. ഇത് രണ്ടും നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഇടും. ഇട്ടോ, ഒരു മയത്തിലൊക്കെ ഇടണം, അങ്ങനെ ഇടരുത്. ഒരു 6 പച്ചമുളക് കീറിയത്, ബാക്കി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിനകത്തേക്ക് ഇടുവാണേ. ചിക്കൻ ക്യൂബ്, അപ്പോൾ ഇതൊരു 3 പീസ് ഉണ്ട്. ഇതിന് നല്ല ഉപ്പുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് പൊടിച്ചിടുവാണേ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതൊന്നും അടുക്കി പിടിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തീ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീ കുറയ്ക്കണം. അപ്പോൾ ഫുൾ ടൈം ശ്രദ്ധ വേണ്ട ഒരു വലിയ ജോലിയാണ് അടുക്കളയിൽ ഉള്ള ജോലി. മറ്റേ ചുവന്നുള്ളി, ചെറിയ ഉള്ളി 2-3 ആയിട്ട് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് അരിയൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ, എന്നിട്ട് ബാക്കി ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ഉള്ളി സവാളയൊക്കെ നമ്മുടെ ചിക്കൻ ക്യൂബിലൊക്കെ കിടന്ന് വഴന്ന്, ഇപ്പോൾ ഇത് തിന്നാനും നല്ല ടേസ്റ്റിലാണ് ഞാൻ. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണ കാര്യമൊന്നുമല്ല ചിക്കൻ ക്യൂബ്. പക്ഷെ നിങ്ങൾ പിള്ളേർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. വല്ലപ്പോഴൊക്കെ കഴിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അടുത്തത് എന്തായിരിക്കും? പൊടികളിടണം. കറക്റ്റ്. അപ്പം ഞങ്ങൾ പൊടികൾ ഇടാൻ പോവാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ലേശം. മഞ്ഞൾപ്പൊടി എപ്പോഴും കുറച്ച് മതി, കളറിന് വേണ്ടി മാത്രമല്ല. അല്ല, മഞ്ഞൾപ്പൊടി ഇടുന്നത് കളറ് ഓഫ് കോഴ്സ്, പക്ഷേ ഈ എന്തെങ്കിലുമൊക്കെ അഴുക്ക് അങ്ങനെയൊക്കെ ഈ അത് തന്നെ. കറക്റ്റ്. ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി. ഗരം മസാല നമ്മൾ ചോറിൽ ഇച്ചിരി ഇട്ടിട്ടുണ്ട്, എന്നാലും ഇച്ചിരിയും കൂടെ വേണം. ഒരു 3/4 സ്പൂൺ ഗരം മസാല. മുളക് പൊടി, നോർമൽ മുളക് പൊടിയാണ്, ഒരു സ്പൂൺ, ഒരുപാട് സ്പൈസി അല്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറണ വരെ. ഇപ്പം ഇതിൻ്റെ മണം നീ ശ്രദ്ധിച്ചോട്ടാ. ഇപ്പോൾ ഒരു റോ സ്മെല്ലായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എണ്ണയിലും ഒക്കെ ചൂടാവുന്ന ഒരു മണം വന്നു തുടങ്ങും. ഞങ്ങളുടെ സൈഡിലൂടെ പരിപ്പ് വട, പഴംപൊരി, ഉഴുന്ന് വട എല്ലാം പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ഇറക്കിക്കൊണ്ട് നിൽക്കുന്ന കാരണം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. വേണ്ട, നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറിയൊരു വിഷമം. നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ. നമുക്കെന്നാ ഒരു ചെറിയൊരു സാധനം കടിച്ചുകൊണ്ട് നിന്നിട്ട് ഉണ്ടാക്കിയാലോ? അപ്പം മുത്തേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക്
തേങ്ങാപ്പാൽ, എൻ്റെ തേങ്ങാപ്പാൽ. മുത്തിന്റെ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത, ഇതിന് രണ്ടാം പാല് തലപ്പാലെന്നൊന്നുമില്ല, ഒറ്റപ്പാലേ ഒഴിക്കുള്ളൂ നമ്മൾ കേട്ടോ. നല്ല കുറാന്നുള്ള പാലാണ്. ഒഴിക്കുന്നു, ഇളക്കുന്നു. ഇതിന് വറ്റണം. നമുക്ക് പ്രധാനപ്പെട്ട സാധനം, നമ്മളിത് എന്താ ഉണ്ടാക്കണേ? ചെമ്മീൻ ചോറല്ലേ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ഇട്ടോ? ചെമ്മീൻ വേവിച്ചോ? അപ്പൊ ചെമ്മീൻ വേവിക്കണ്ടേ? മുമ്പേ വേവിക്കോ? ചെമ്മീൻ ഇപ്പൊ ഇതിനകത്ത് ഈ തേങ്ങാപ്പാലിൽ കിടന്നങ്ങ് വേകും. അപ്പൊ നമ്മള് വലിയ ചെമ്മീൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ വലിയ ചെമ്മീൻ കിട്ടിയാലുള്ള കുഴപ്പം, ചെമ്മീൻ ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ കുനുകുനാന്ന് അങ്ങ് മുറിച്ചിട്ടു. നമുക്കിതാ ഇതിലേക്ക് ചെമ്മീൻ അങ്ങ് ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ചെറുതീരിരുന്ന് ഈ ചെമ്മീൻ തേങ്ങാപ്പാലിൽ കിടന്നങ്ങ് വേഗൂനി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാവേ. അപ്പോൾ ദേ നമ്മുടെ ആ ഗ്രേവി, ചെമ്മീനിലും പാലിലും കുഴഞ്ഞു കിടക്കുന്ന ഗ്രേവിയുടെ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിൽ ഇത് ഇവള് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് ഇങ്ങനെ തന്നെയാണെങ്കിലും കഴിക്കാമല്ലോ അമ്മ എന്ന് പറഞ്ഞത്. പൊറോട്ടയുടെയും ഏറ്റവും കൂടുതൽ പാലപ്പത്തിൻ്റെ ഒക്കെ കൂടി ആയിരിക്കും പൊളി. അപ്പം ഇനി നമുക്ക് ചോറുമായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. നീ പറഞ്ഞ പോലെ അതൊക്കെ കിടന്നോട്ടെ, അത് നമുക്ക് കഴിക്കാൻ നേരത്ത് മാറ്റിയാൽ മതി. ചോറിട്ടു. തൽക്കാലം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇളക്കാം. ഓക്കെ, നമുക്കിതിനെ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. തീ കത്തിക്കണം. ഏറ്റവും കുഞ്ഞു തീയിലോട്ട് ഇടണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ എന്ത് റെഡി ആയിട്ടുണ്ടാവും? ചെമ്മീൻ ചോറ്. അപ്പോ പറമുത്തേ, നമ്മുടെ ചെമ്മീൻ ചോറ് തുറക്കാൻ പോവാന്ന്. പറമുത്തേ, അപ്പൊ ഞങ്ങളുടെ ചെമ്മീൻ ചോറ് തുറക്കാൻ പോവാണേ. ദൈവമേ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, എന്തൊക്കെ ആവുമെന്നറിയില്ല. നമുക്ക് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ചെമ്മീൻ്റെ ഗ്രേവിയിൽ കിടന്ന് പേരണ്ട ചോറാണ് മോനെ. അപ്പോൾ മുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യും മുത്തേ. ഞാൻ എടുത്തു തരാം. ഇനി നീ ചെമ്മീനെ കുറ്റം പറയോ? അയ്യോ ഇല്ല കേട്ടോ, ഒരു ഒരെണ്ണം കൂടി തന്നെ. എന്നാ പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ്. അത്ര ടേസ്റ്റ് ഉണ്ടോ? ഞാൻ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിയത്. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ, ഭയങ്കര ടേസ്റ്റ് അല്ലേ? രക്ഷയില്ല. ചുറ്റുമുള്ളത് കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ എല്ലാവരും ചെമ്മീൻ ചോറിനെ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വേറൊരു ഡിഷുമായിട്ട് ഓടി വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.